ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിട്ടിയ അവസരം നമ്മുടെ ഗീതു നന്നായിട്ടങ്ങ് മുതലെടുക്കുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഗീതു ഗോവിന്ദന് പ്രിയപ്പെട്ടവളായി എന്ന് ഗീതു തന്നെ അറിയിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഗീതുവിൻ്റെ ഈ ഒരു പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയ്ക്കും അതുപോലെ തന്നെ വരുണിനും ഭയങ്കര ടെൻഷനായി. രാധികയ്ക്ക് അറിയാം ഗീതുവിൻ്റെ ഒരുമാതിരി നാടകമാണിതെന്നുള്ളത്. പക്ഷേ അവർക്ക് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നേ, അവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് തറപ്പിച്ച് ആ ഒരു ഉറപ്പിന്മേൽ തന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് വരുണിനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സന്തോഷമുണ്ട്. ഇവർ തമ്മിൽ വഴക്കാണല്ലോ. അപ്പോൾ പിന്നെ വഴക്ക് കൂടി എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ അതങ്ങനെ അങ്ങ് ആയിക്കൊള്ളട്ടെ എന്നാണ് ആശ വിചാരിച്ചത്. പക്ഷേ രാധികയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. രാധികയും വരുണും വന്നിട്ട് ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ഗോവിന്ദനും ഗീതുവും അവരുടെ ബെഡ്റൂമിലേക്ക് എത്തി. കയറി ചെന്നതും ഗീതുവിനെ വലിച്ചു അകത്തേക്ക് ആക്കിയിട്ട് ഗോവിന്ദൻ ഡോറങ്ങ് അടച്ചു. ഡോർ അടച്ചിട്ട് നീ എന്തു ഭാവിച്ചാണെന്നോ ഗീതുവിനോട് ചോദിച്ചു. എന്തു ഭാവിച്ചാണെന്നോ? ഞാനെന്ത് ഭാവിക്കാനാ കണ്ണേട്ടന് എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നീ ആരോട് ചോദിച്ചിട്ടാണ് രാവിലെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നെ ഇവിടെ നിന്ന് പോകരുതെന്ന്? നിനക്ക് എൻ്റെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? ഉണ്ടായിട്ടാണോ നീ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ കണ്ണേട്ടാ, ഞാൻ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോകാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നീ എന്തിനാ അവരെയും കൂട്ടിക്കൊണ്ട് പോയത്? നിനക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. എന്തെങ്കിലും കാരണം ഉള്ളത് കൊണ്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്, നിന്നോട് തനിച്ച് ഇവിടെ നിന്ന് പുറത്ത് പോകരുതെന്ന്. നിന്നെ ഞാൻ തെളിവ് സഹിതം കേൾപ്പിച്ചും തന്നതല്ലേ. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാത്തത്? പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം നീ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തതെന്നൊക്കെ ചോദിച്ചു. ഇന്ന് അജാസ് വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരുന്നു എന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊക്കെ അറിയാൻ കണ്ണേട്ടാ. മരണത്തിനപ്പുറം മറ്റെന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തേക്കും ഗീതു ഇങ്ങനെ പറയാം. ഗീതു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണത്തെപ്പറ്റി സംസാരിക്കരുതെന്ന്. എത്രയായാലും നീ പഠിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കണ്ണേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ രാവിലെ തന്നെ പോയതും കണ്ണേട്ടന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തിയതും. കണ്ണേട്ടൻ്റെ ജീവന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കണ്ണേട്ടനെ എന്നും എനിക്ക് ഇതുപോലെ കാണണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമുള്ളതുപോലെ തന്നെ അതിൻ്റെ 1000 മടങ്ങ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എനിക്കത് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ലെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നവളല്ലേ നീ. അതറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ നീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? വെറുതെ എന്തിനാ എന്നെ പ്രഷർ കൂട്ടിക്കുന്നത്? നീ അടുത്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ വെറുപ്പിൻ്റെ അവസാനം അതൊരിഷ്ടമായി മാറി എന്നൊക്കെ പറയുന്നത് പോലെ ഗീതുവിൻ്റെ മുന്നിൽ വെറുപ്പ് അഭിനയിച്ച് ലാസ്റ്റ് ഗീതുവിനോട് പ്രണയമാണെന്ന് തുറന്നു പറയേണ്ടി വന്നു ഗോവിന്ദന്. അങ്ങനെ ഗോവിന്ദ് ആകെ മാറിയെന്നുള്ള കാര്യം നമ്മുടെ ഗീതുവിന് മനസ്സിലായി. ഗീതു ഇങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞത് കേട്ട് അമ്പരപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ കണ്ണനാണെന്നുണ്ടെങ്കിൽ ഗീതുവിനെ വട്ടം അങ്ങ് കെട്ടി അങ്ങ് പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗീതുവിനോട് കണ്ണേട്ടൻ പറയുന്നു, ഇനി ഞാനില്ലാതെ പുറത്തു പോകരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് കണ്ണേട്ടൻ ഗീതുവിനോട് പറയുന്നു. എന്തായാലും അവർ തമ്മിലുള്ള ഒരു റൊമാൻസ് ഇങ്ങനെ ഇതാവുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു കണ്ണേട്ടൻ എന്നെ വീട് എനിക്ക് എന്തോ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ കണ്ണൻ്റെ ആ ഒരു ഇതിൽ നിന്നങ്ങ് മാറാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സംഭവം ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതുവിനോട് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞു. നീർക്കെട്ട് ഇറങ്ങും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ഗീതുവിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് ഗോവിന്ദൻ പറഞ്ഞു വിടുക. ഗീതു കുളിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അന്നേരം തന്നെ നമ്മുടെ മേഡത്തിനെ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എന്തായി എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി മേഡം നിൽക്കുക. ഗീതു വിളിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തായി? വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പം എൻ്റെ മേഡം ഒന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു, എൻ്റെ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ എന്തു മനസ്സിലാകാൻ? ഒന്നും മനസ്സിലാവത്തില്ല, എൻ്റെ കടമ ഞാൻ തീർത്തു എന്നാണ് അതിനകത്ത് അർത്ഥമാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ എന്താ ചിന്തിക്കാനുള്ളത്? കണ്ണേട്ടൻ്റെ ജീവന് ആപത്ത് വരാതിരിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം എൻ്റെയാണ്. എൻ്റെ കടമയാണ് കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗീതു, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. നിന്റെ ഉള്ളിലെ ഗോവിന്ദനോടുള്ള പ്രണയമാണ് കടമ എന്നുള്ള പേരിൽ നീ പറഞ്ഞു തീർക്കുകയും ചെയ്തു തീർക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗോവിന്ദൻ്റെയും കാര്യം. നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള കരുതലുമാണ് കടമ എന്നൊരു പേരിൽ അവനും ചെയ്തു തീർക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിലെ പരസ്പര സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അളവിലുള്ളതാണ്.
അതൊരു കടമ എന്നുള്ളൊരു പേരിൻ്റെ പുറത്ത് തീർത്ത് കളയേണ്ട കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേഡം പറയുന്നു. അതിന് ഇനിയിപ്പോൾ അധികം താമസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ ഇടയിലെ ആ ഒരു മഞ്ഞുരുകും, അതിന് യാതൊരു സംശയവും ഇല്ല എന്നും പറഞ്ഞ് മേഡം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ മേഡം അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ കിഷോർ ചേട്ടൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. അവനിന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നും അവൻ്റെ ഭാര്യയോട് പറഞ്ഞതുപോലെ തന്നെ അവൻ എന്നോടും പറഞ്ഞെന്നും അവന് വയറ് നിറയെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും അവന് കിട്ടിയതൊന്നും പോരാ, അവൻ ഇച്ചിരിയും കൂടെ ഡോസ് കൂട്ടി വേണം ഇനി നീ ആ കമ്പനിയിൽ വരുമ്പോൾ അവനിട്ടുള്ള പണി കൊടുക്കാനെന്നൊക്കെ പറയുക. അപ്പോൾ അതോർത്ത് മേഡം പേടിക്കേണ്ട, അത് ഞാൻ ഏറ്റു എന്ന് നമ്മുടെ ഗീതുവും പറഞ്ഞു. അവനെ ഞാൻ വേട്ടപ്പട്ടിയെപ്പോലെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പറയാം. എന്തായാലും ഗീതു ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അജാസ് എത്തി. അതായത് വരുണും സുവർണയും കൂടി നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് രണ്ടുപേരും കൂടി ഇന്ന് ഫ്ലാറ്റായി പോയല്ലോ, കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങിയപ്പോൾ ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുക. ഇത്രയും വലിയ കൊടികുത്തിയവനെ ഇറക്കിയിട്ടും ഗീതുവിനെ ഒന്ന് നുള്ളി നോക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു ഇതിൽ രണ്ടുപേരും കൂടെ അങ്ങ് നിൽക്കുന്നു. എന്ത് ചെയ്യും എന്ന് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. ഇനി ഇതിനു മേൽ ഒരുത്തനെയും ഇറക്കുമതി ചെയ്യാനായിട്ടില്ല. കാരണം വന്നവനെല്ലാം പിന്മാറി അല്ലെങ്കിൽ പിന്മാറ്റി ഗീതുവിനെ കൊല്ലുന്ന കേസിൽ നിന്ന്. ഗീതുവിനെ കൊന്നാൽ മാത്രമേ ഗോവിന്ദനെയും കൊല്ലാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അജാസ് അങ്ങോട്ടേക്ക് വന്നു. അജാസിനെ കണ്ടപ്പോഴത്തേക്ക് ഇവർ പേടിച്ചു പോയി. സംസാരമൊക്കെ നിർത്തി മര്യാദരാമൻ സീതയെ പോലെയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇങ്ങനെ രണ്ടുപേരും നിന്നപ്പോൾ നമ്മുടെ അജാസ് പറഞ്ഞു, നിങ്ങൾ വെറുതെ പണിയെടുക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനെ, അതായത് ഇൻ്റർനാഷണൽ ക്രിമിനലിനെ കൊണ്ടുവരുവാണ്. അങ്ങനെ ആ ഒരു സമയത്ത് പുള്ളിക്കാരന് മുഖമായും ദേഹമായും മൊത്തം പാടും വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയം നിർത്തിക്കൊള്ളണം, ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. ഇതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറക്കുമതി ചെയ്യാനായിട്ട് നീയൊക്കെ ശ്രമിച്ചാലേ ഗോവിന്ദ് സാറിനെ കൊല്ലാൻ നീയൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സാറിനോടങ്ങ് പറയും. എന്താ പറയണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുവർണയും പേടിച്ചു, വരുണും പേടിച്ചു, രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും കാര്യം കൈവിട്ട് പോയി എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അങ്ങനെ അജാസ് വന്ന് ഇവർക്ക് അവസാന താക്കീത് കൊടുക്കുന്നു. ഇനി ഗോവിന്ദ് സാറിൻ്റെയോ അല്ലെങ്കിൽ ഗീതാഞ്ജലി മേഡത്തിൻ്റെയോ നേർക്ക് ഒരു ചെറുവിരൽ നിങ്ങൾ അനക്കിയാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകില്ലെന്നും അല്ലെങ്കിൽ ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ പിന്നെ നിങ്ങൾ നല്ലവനും നല്ലവളുമായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അജാസ് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഗീതുവിനും ഗോവിന്ദനും രക്ഷാ കവചമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.